ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നേ. ഇന്നിപ്പോൾ ഞാനും അമ്പാടിയും കൂടെ മസ്കറ്റിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അതിൻ്റെ യാത്ര പറച്ചിലാണ് അവിടെ കാണുന്നത്. പിന്നെ എനിക്ക് ലഗേജ് കുറച്ച് തോനെ ആയതുകൊണ്ട് നമുക്ക് എയർപോർട്ടിൽ തന്നെ ഇപ്പോൾ ഒരാളെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആക്കാമല്ലോ. അവർക്ക് 600 രൂപ കൊടുക്കേണ്ട അവർ ഏജൻസിക്ക്. അപ്പോൾ പൈസ ഞാൻ അടച്ചിട്ട് അങ്ങനെ ആക്കിയത്. കാരണം എനിക്ക് ലഗേജ് കുറച്ച് തോനെ ഉള്ളതിനോണ്ട് എനിക്ക് അമ്പാടീനെയും ലഗേജും കൂടെ മാനേജ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം അമ്പാടി ഇറങ്ങി ഓടുക ചെയ്യുക, എടുത്താലൊന്നും നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ഹെൽപ്പിന് ഒരാളെ ആക്കി. അപ്പോൾ അവർ നമ്മളൊപ്പം ഉണ്ടാവും. നമ്മളെ ലഗേജൊക്കെ അവർ ചെക്ക് ഇൻ സമയത്തൊക്കെ ലഗേജൊക്കെ അവർ നോക്കിക്കോളും. പിന്നെ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ പ്രാവശ്യം പോകാൻ നേരത്ത് അമ്പാടിക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നേ. അപ്പം എല്ലാവരോടും കൂടെ വരാൻ പറയുന്നുണ്ട്. അവൻ കരഞ്ഞില്ല എന്നേ ഉള്ളൂ, വിതുമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചേട്ടനെയായിരുന്നേ ഞാനാക്കിയത്. പിന്നെ അകത്ത് അവൻ്റേതായ കളിയിലൊക്കെ ഏർപ്പെട്ട സമയത്ത് അവൻ്റെ സങ്കടമൊക്കെ അങ്ങ് മാറി കേട്ടോ. പിന്നെ കുഴപ്പമില്ലാതെയായി. ഞാൻ ചെക്കിനൊക്കെ കഴിഞ്ഞ് അമ്പാടിക്ക് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു കേട്ടോ. നിങ്ങളെ ബാഗിൽ എന്തോ ഉണ്ട്, അപ്പം ബാഗ് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഒരാൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ വീണ്ടും ചെക്കിൻ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. പിന്നെ അവിടെ ഒരു റൂമിൽ കയറി അവർ ബാഗ് പരിശോധിക്കുന്ന ആ റൂമിൽ. അപ്പോൾ അവിടുന്ന് ബാഗിൽ സൈക്കിളുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പം അത് ബാഗ് സൈക്കിൾ എടുത്തിട്ട് അവർ ടയറിൻ്റെ കാറ്റ് അഴിച്ചു വിട്ടു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കൊണ്ടുപോകാൻ പറ്റും. അങ്ങോട്ട് പോകാൻ പറ്റില്ല. Today your flight cabin crew will be speaking English and Arabic as well as Zimbabwe, Farsi and German. We would like to extend a warm welcome to our morning holiday plans and the members of Cinnabar Freedom Plans, including our junior Cinnabar young travelers. Should you wish to become a member, you may do so through our official website. We would also like to welcome Emerald, Sapphire and Ruby members from our one-on-one partners. As we prepare for takeoff, please pay attention to the following safety guidelines. മുന്നിലൊരു കുട്ടി ഇരിക്കുന്നുണ്ട്. ആ കുട്ടീനോട് ചിപ്സ് വേണോ എന്ന് ചോദിക്കുന്നതാണ് കാണുന്നത്. മസ്കറ്റിലെത്തി കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അമ്പാടീനെ കൊണ്ടാണല്ലോ വരുന്നത്. പിന്നെ അമ്പാടിക്ക് അവൻ്റെ അച്ഛൻ കൊണ്ടുവന്ന വണ്ടിയാണ് അത്. അപ്പോൾ അത് ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങ് കാറിൻ്റെ അടുത്ത് വരെ ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. Welcome to Oman. Nice to meet you. Nice to meet you. Thank you. Ooty. Welcome to Ooty. അതാണ് വിമാനം. നിങ്ങള് പോളണ്ടിലേക്കാണെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവും. പോളണ്ടിനെ കുറിച്ച് ലക്ഷണമുണ്ടോ? പോളണ്ടാണെന്ന് വിചാരിച്ചോ? എന്തായാലേ പോളണ്ട്. ഞങ്ങൾ റൂമിലെത്തി ഫ്രഷായി ഫുഡ് കഴിക്കുകയാണ്. വിബിയാണ്ട് ഞങ്ങൾക്ക് ചോറും
കറിയും മുട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ട ഞങ്ങൾ വന്നതിന് ശേഷം വെച്ചു. കറി മറ്റേ ചെമ്മീൻ്റെ കൊഞ്ച് കറി. കറി നല്ല രസമുണ്ട്. നീ ഉണ്ടാക്കിയാൽ കറി ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. വ്യാഴാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇവർക്ക് ലീവാണ്. അപ്പം വ്യാഴാഴ്ച ഞങ്ങൾ വൈകുന്നേരം ഷവർമ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചേ. അതിനിടയ്ക്കുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനും പിന്നെ ബാഗെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക, ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഇടയിലുള്ള 2 ദിവസം ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങളെ ബിൽഡിങ്ങിൻ്റെ താഴെവശമാണ്. ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ ജിമ്മൊക്കെ ഉണ്ട് ഇവിടെ. അഡ്വാൻസ് ഷവർമ എന്താ അപ്പൊ നമ്മള് കഴിഞ്ഞ് വന്ന ടീംസ് ഒക്കെയാണ് ഇപ്പൊ ഇവിടെ എല്ലാം ഫുള്ള് ഉള്ളൂ അല്ലേ? ആ സമയത്തൊക്കെ നമ്മളെ ഉള്ളായിരുന്നു അല്ലേ? നമ്മളുള്ള സമയത്ത് ആരുമില്ല. മറ്റേ ഹലോ നമസ്കാരം ഞങ്ങളുടെ സ്ഥിരം ഷവർമ സ്പോട്ടിലേക്കാട്ടോ പോകുന്നത്. റവാസ്കോയിലുള്ള ഷവർമ. എല്ലാവർക്കും അവിടുത്തെ ഷവർമയാട്ടോ ഇഷ്ടം. നല്ല രസമാണ് കഴിക്കാൻ. വേറെ എവിടെ നിന്നും ഷവർമ കഴിച്ചിട്ടും ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഷവർമ ഓർഡർ ചെയ്തതും കഴിച്ചതും ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാനത് ഇൻസ്റ്റയ്ക്കുള്ള വീഡിയോ മാത്രമാണ് എടുത്തത്. യൂട്യൂബിനേക്കുള്ള വീഡിയോ എടുക്കാൻ വിട്ടുപോയി അവിടുന്ന്. ഞങ്ങൾ ഷവർമയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി റൂമിലേക്ക് പോകാൻ വേണ്ടി നിന്നായിരുന്നു. അപ്പം ഇത് പറഞ്ഞു, എന്നും റൂമിലേക്കല്ലേ പോകുന്നത്, നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോയാലോ എന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് അടുത്തുള്ളൊരു ബീച്ചിൽ വരെ പോവാമെന്ന്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബീച്ചിലെത്തി. പക്ഷേ ബീച്ചിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ലേ. ആ ലൈറ്റ് അവിടെ കാണുന്നത് മീനിൻ്റെ വല അത് വലിച്ചു കയറ്റുന്നതാട്ടോ. ഈ ബീച്ചിൽ കുറച്ചിങ്ങനെ ജിമ്മിൽ കളിക്കുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നടക്കാൻ വരുന്ന ആൾക്കാർക്ക് വെറുതെ ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ, ചെറിയൊരു സെറ്റപ്പ്. ആൻറ്റി ഇറങ്ങിപ്പോയത് കണ്ടവൻ ഇപ്പം എല്ലാവരും താഴെത്തി. മണലിനൊരു തണുപ്പില്ലേ? ആ ഷൂട്ട് എന്നോട് മനസ്സിലാവില്ല. ആ അമ്മ വരിക. ആ നടക്കാം. പതിനൊന്ന് മണിയായി. ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത്. മീന് കിട്ടുവോ?
ഇടങ്ങാറ് പിടിച്ച സ്ഥലത്ത് കൂടെ മാത്രം പോയാൽ മതിയല്ലേ. ബീച്ചിലൊരു 15-20 മിനിറ്റ് നേരം ചിലവഴിച്ചു. സമയം കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിനി അവിടെ നിന്ന് ഇറങ്ങിയേ. പോകുന്ന വഴിക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പാടി അവിടെ മുതൽ ഹൈക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ട്രോപ്പിക്കലിൽ കയറിയിട്ടോ. ഇത് നമ്മളെ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള തന്നെയാണ്. അപ്പോൾ ഏത് ഐസ്ക്രീമാണ് വേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് അമ്പാടി ഞാൻ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് ശരിയാകുന്നില്ല. പറയാം നമുക്ക് ഐക്യം പഠിക്കാം. ഞങ്ങൾ ലോട്ടസിൻ്റെ ഒരു ഐസ്ക്രീമും ചോക്ലേറ്റിൻ്റെ ഒരു ഐസ്ക്രീമും ആട്ടോ മേടിച്ചത്. ലോട്ടസിൻ്റെ ഐസ്ക്രീം ഞങ്ങൾ ഇതിനു മുന്നേ കഴിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷെ നല്ല ഐസ്ക്രീം ആയിരുന്നേ. അമ്മേൻ്റെ മേലാക്കിയല്ലേ. നടന്നോ? അഞ്ച് മതി അവന് കഴിയത്തില്ല. ഇത് പിറ്റത്തെ ദിവസമാണ്, വെള്ളിയാഴ്ച. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ലുലുവിലേക്ക് പോവാം കേട്ടോ. അവൻ മേടിക്കാൻ പോവുകയാണേ. നമ്മൾ ആദ്യത്തെ അവൻ എന്തോ കേടായിപ്പോയി. അപ്പോൾ നമുക്ക് അവനില്ലാത്തതുകൊണ്ട് അത് മേടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ 4 കുടുംബങ്ങളും കൂടിയാണ് പോകുന്നത്. നമ്മളൊരു ഫ്ലാറ്റിൽ 4 കുടുംബങ്ങളാണുള്ളത്. ഫുള്ള് കവർ ചെയ്യുന്ന സാധനം മറ്റേ തലാബാത്തിലെ ഡ്രൈവർമാരുടെ അല്ലെ അത് വിളിച്ചില്ല, മറ്റേ മുസ്ലിം പെണ്ണുങ്ങൾ എടുത്തില്ല, അതെടുത്തോ? അതടിച്ചു പപ്പാ കണ്ണ് മാത്രം കാണത്തില്ല, അത് മാത്രം ആ ഒരു ഹോട്ടലിൽ നമ്മൾ ചായ കുടിക്കാൻ പറ്റും. ഞാൻ നാട്ടിൽ ഫുഡ് കഴിക്കാൻ പോകും. ഞങ്ങൾ ആദ്യം ഇവിടെ ക്രിക്കറ്റിലേക്ക് പോകുന്നത്. മറ്റേ ബിരിയാണിക്ക് എത്രയാടാ? പക്ഷെ അടുത്ത ബിരിയാണിക്ക് നല്ല ബീഫ് ബിരിയാണിയോ താഴെ ഇട്ട വണ്ടി താഴെ. ആ താഴെ ഇതിന്റെ തിരിച്ചേക്കും നമ്മുടെ ആകുന്ന വലിയ വണ്ടി. ഈ ഹോട്ടലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടോ? ഉള്ള ഫുള്ള് ഹോട്ടൽ പണിയിടാൻ പോലെ.
ഒന്നുമില്ല, സോപ്പ് കാര്യങ്ങളല്ലേ. ലുലുവിൽ എത്തിയേ. അപ്പോൾ നമുക്ക് അമ്പാടിക്ക് ബ്രഷ് ഉണ്ടായിരുന്നില്ല, പഴയ ബ്രഷ്, അത് കുറേ ആയതുകൊണ്ട് വേറെ ബ്രഷ് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രഷ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുട്ടികളുടെ സെക്ഷനിലെത്തി, ബ്രഷും പേസ്റ്റും ഒക്കെ ഉള്ളത്. അമ്പാടിക്ക് പേസ്റ്റ് എടുത്തതും ഇവിടുന്ന് തന്നെയായിരുന്നേ. അപ്പോൾ അവനുള്ള ബ്രഷ് നോക്കിക്കൊണ്ടിരിക്കുക. മുസംബി സ്ക്യൂസറോ. പിന്നെ ഞങ്ങൾക്ക് മുസംബി ഇങ്ങനെ പിഴിഞ്ഞ് ജ്യൂസ് എടുക്കുന്ന ഒരു സാധനമുണ്ട്, അത് മേടിക്കണമായിരുന്നേ. ഞാനെല്ലാം വീട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാനൊന്നും എടുത്തില്ല കേട്ടോ. മുസംബി ആക്കുന്ന സാധനം, പിന്നെ അമ്പാടിക്ക് കുറുക്കുണ്ടാക്കുന്ന ചെറിയ പാത്രം, ഓയിൽ ബ്രഷ് ചെയ്യുന്ന ഒരു ബ്രഷ് ഉണ്ടല്ലോ, അത് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞാനൊക്കെ എടുക്കാൻ മറന്നു വീണി പ്രാവശ്യം വരുമ്പോൾ. പിന്നെ അമ്പാടി കല്ലൂനെയും ജാസുനെയും കണ്ടപ്പം ഭയങ്കര കളിയാണ്, ഓടി കളിക്കുകയാണ്. ലുലുവിലെ എല്ലാ സാധനവും കിട്ടേ, പക്ഷെ നമ്മൾ തപ്പി നോക്കിയെടുക്കണം. സെക്ഷൻ കണ്ടാൽ നമുക്കത് തപ്പി നോക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ ലുലുവിൽ ഇവർക്കെന്തോ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി സ്റ്റമ്പ് വേണമായിരുന്നു, അത് നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ അമ്പാടിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റിയ ഹെൽമെറ്റ് ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഹെൽമെറ്റ് കണ്ടിരുന്നു, പക്ഷേ ഇവൻ്റെ തലയ്ക്ക് വലുതാണ്. അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്ങനെ വന്നിട്ടുള്ളത്? അമ്പാടിക്കുള്ള ഹെൽമെറ്റെല്ലാം നോക്കിക്കഴിഞ്ഞ് അതിന് ശേഷം അവൻ നോക്കുക കേട്ടോ. അവൻ നോക്കാൻ നേരത്ത് എല്ലാവരും അത് നോക്കുകയാണല്ലോ. അപ്പം മക്കൾ ഇങ്ങനെ അവിടെ സൈഡിൽ വെച്ചിരിക്കുന്ന വണ്ടിയൊക്കെ എടുത്ത് കളിക്കുകയാണേ. അമ്പാടിയാണെങ്കിൽ സ്കൂട്ടറൊക്കെ എടുത്തിട്ട് ഭയങ്കര കളിയാണ്. അപ്പം അവിടുത്തെ സ്റ്റാഫ് വന്ന് അതങ്ങനെ എടുത്ത് കളിക്കാൻ പാടില്ലല്ലോ, അത് വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനമല്ലേ. അപ്പം അവരോട് കുറച്ച് നേരം കളിച്ചിട്ട് ഇറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് കല്ലും ജാസും ഒക്കെ ഇറങ്ങിയേ. അമ്പാടി എന്ത് വെച്ചാലും ഇറങ്ങൂല, അവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കുകയാണ്. അവരോട് അങ്ങോട്ട് ദേഷ്യം പിടിക്കുന്ന പോലെയാണുള്ളത്. ലാസ്റ്റ് ഞാൻ വിബിയാൻ്റെ അടുത്ത് പറഞ്ഞ് അവനെ ഇറക്കിച്ചു കേട്ടോ. അവനെ ഞാൻ ഇറക്കിക്കോ. അടി ഇട്ടു അമ്പാടി. അടിയിട്ടു. അത് അങ്കിളിന്റെ അടുത്ത് അടിയിട്ടു. കണ്ടാ അവനൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയേ. അപ്പോൾ മക്കൾ ഭയങ്കര ഓട്ടാണേ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കണ്ടപ്പം അവിടെ ഇരുത്തിയിട്ട് അവരെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. എല്ലാവരും നല്ലോണം ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരാൾ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് നോക്കിയിരിക്കുന്നില്ല. അങ്ങനെ താഴെ എത്തിയപ്പോൾ അവിടെ ഒരു നല്ല സ്ഥലം കണ്ടപ്പം അവിടുന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഫാമിലി അനുസരിച്ച് ഇരുന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജാസ് അവിടെ ഇരിക്കടാ. മെല്ലെ
നമ്മളെ വണ്ടി ഇവിടെയാ. അമ്പാടി അവിടെയല്ല, ഇതാ ഹേശല് പോകുന്നെടുത്തതാ. അങ്കിള് പോകുന്ന അങ്ങോട്ട്. വണ്ടി അവിടെയാട്ടോ. ഇവിടെ ഇവിടെ. ആ വണ്ടി വരുന്നുണ്ട്, വേമ്പോ. ഞങ്ങൾ ലുലുന്നൊക്കെ ഇറങ്ങി. അപ്പം വിചാരിച്ചതിനെക്കാട്ടും നേരം വൈകി. അപ്പോൾ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. മന്തി മേടിക്കാൻ പോയതാണ്. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡും കിട്ടി. ഞങ്ങൾ നേരെ ഫ്ലാറ്റിലേക്ക് പോവുക കേട്ടോ. ഇനിയിപ്പോൾ ഉള്ള വീഡിയോസൊന്നും എടുക്കുന്നില്ല. ഇതോടുകൂടി വീഡിയോ നിർത്തുകയാണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ.